പ്രോഗ്രാമിംഗ് നോളജ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സി പ്രോഗ്രാമിങ്ങിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഉപയോഗവും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം തന്നെ ഞാനിവിടെ എനിക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെർണറി ഓപ്പറേറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ മുന്നിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സും എൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെയുള്ള ഒരു കണ്ടീഷണൽ ടൂൾ തന്നെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും. അപ്പോൾ ഇവിടെ ഞാൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പഠിപ്പിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും ചെയ്യാവുന്നതുപോലെ തന്നെ ഇവിടെയും എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഞാനൊരു വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യണം. അതായത് നമ്മൾ എന്തായാലും കുറച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി ഇൻറ്റിജർ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് ഞാനിവിടെ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന കമാൻഡ് ഫങ്ഷൻ കൊടുത്ത് അതിൽ പ്ലീസ് ടൈപ്പ് the value of which one x fashion സെമിക്കോളൻ കൊടുത്ത് നെക്സ്റ്റ് സൈനിൽ ഞാൻ സ്കാനഫ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്കാനഫ് ഫംഗ്ഷനിൽ പെർസെൻറ്റേജ് എന്താ നമ്മൾ കൊടുത്തത് ഇൻറ്റിജർ. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഡി കോമ സ്പെഷ്യൽ ക്യാരക്ടർ ആൻഡ് എക്സ്. അപ്പോൾ എക്സിന് വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത്. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, നോ പ്രോബ്ലം, ഇത് നല്ല സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിൽ കിടക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിന് കീവേഡ് എന്ന് പറയുന്നത് സ്വിച്ച് ആണ്. സ്വിച്ച്. ഓക്കെ, സ്വിച്ച് അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കും. ബ്രാക്കറ്റിൽ എക്സ്, അതായത് അവിടെയാണ് എക്സ്. ഇപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എക്സിൻ്റെ വാല്യൂ 1. ഇപ്പോൾ യൂസറിനോടല്ല നമ്മളൊരു വാല്യൂ ചോദിച്ച് പ്ലീസ് ടൈപ്പ് ദ വാല്യൂ ഓഫ് എക്സ്. യൂസറാണ് വാല്യൂ അടിക്കേണ്ടത്. ഇപ്പോൾ യൂസർ ഇപ്പോൾ എക്സിന് 1 അടിച്ചെന്ന് കരുതുക. അപ്പോൾ യൂസർ 1 അടിച്ചാൽ നമുക്ക് യു ടൈപ്പ്ഡ് 1 എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എക്സ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് സാധാരണ പ്രിൻ്റ് എഫ് ചെയ്യുമ്പോഴും ചെയ്യാം. അങ്ങനെ ഇപ്പോൾ 2 അടിച്ചാൽ വേറൊന്ന് കാണിക്കണം. 1 അടിച്ചാൽ ഒരു മെസ്സേജ് ഹലോ, 2 അടിച്ചാൽ വേറൊരു മെസ്സേജ് ഹലോ ഗൈസ്, 3 അടിച്ചാൽ ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്ന് കരുതുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ 2 കേളി ബ്രേസസ് ഇടുക. അതിൽ ഇനി നമ്മൾ ഓരോന്നിലും എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എന്ത് സംഭവിക്കണം, എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എന്ത് സംഭവിക്കണം, അങ്ങനെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കേസ് 1. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എന്ത് സംഭവിക്കണം. അതിനുശേഷം ഒരു കോളൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളെ എക്സിൻ്റെ വാല്യൂ 1 ആണ്. എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന് കൊടുക്കുക. അതായത് ഇവിടെയാണ് നമ്മൾ പ്രിൻ്റ് എഫ് എന്ന ഫംഗ്ഷൻ കൊടുത്തതിന്. അപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ മുഴുവൻ കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ ഡിയർ, ഹലോ. ഓക്കെ, ഹലോ മാത്രമാണ് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ നമുക്ക് വേണ്ടത്. ഞാനിവിടെ // കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കേസ് 1 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇതിന് പകരം ഞാനിനി എക്സിൻ്റെ വാല്യൂ 2 കൊടുക്കുക. അതായത് കേസ് നമുക്ക് മാറ്റാൻ പറ്റുമല്ലോ. ഞാനിവിടെ കേസിൻ്റെ വാല്യൂ മാറ്റുകയാണ്. Ctrl+C, Ctrl+V. ഞാനിവിടെ കേസ് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് എഫ് ഈ ഹലോക്ക് പകരം നമുക്ക് ഇവിടെ ഹലോ വേൾഡ് കൂട്ടുക. ഹലോ വേൾഡ്. ഞാനിവിടെ 2 കൊടുത്തില്ലല്ലേ, 2 എടുത്ത്
ഇനി നമ്മൾ നെക്സ്റ്റ് ഫോണ്ടിൻ്റെ സൈസ് കുറച്ച് കുറയ്ക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഒപ്പരം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇവിടെ കൺട്രോൾ വി. ഓക്കെ, കേസ് ഞാൻ 3 കൊടുക്കുക. ലൈക്ക് ദിസ്, കേസ് 3. എന്താ കൊടുക്കേണ്ടി? ഹായ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സിന് 3 വാല്യൂസ് കിട്ടിയാൽ, 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയാൽ എന്ത് സംഭവിക്കണം, 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയാൽ എന്ത് സംഭവിക്കണം, 3 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയാൽ എന്ത് സംഭവിക്കണം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കേണ്ട രീതി. ഇതിനെ നമ്മൾ ഇതിൻ്റെ അടിയിൽ, ഓരോന്നിൻ്റെ അടിയിൽ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കണം. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ലൈൻ അവിടെ ക്ലോസ് ചെയ്ത് എന്നാണ് ബ്രേക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കേസ് 1 അവിടെ ക്ലോസ് ചെയ്ത്. ഇവിടെ ഞാൻ ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക്, സോറി, ഓക്കെ, ഞാൻ കേസ് 3ൻ്റെയും അടിയിൽ ബ്രേക്ക് കൊടുക്കുന്നു. ഓക്കെ, ബ്രേക്ക്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ബിൽഡ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഇറേസ് ഒന്നും കാണിക്കുന്നില്ല, റൺ ചെയ്യിപ്പിക്കും. പ്ലീസ് ടൈപ്പ് ദ വാല്യൂ ഓഫ് എക്സ്. ഞാൻ എക്സിൻ്റെ വാല്യൂ 1 അടിച്ചു. എൻ്റർ കൊടുക്കുമ്പോൾ ഹലോ, നമ്മളെന്താ, ഓക്കെ കണ്ടോ, എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഹലോ വന്ന്. ഇനി നമ്മൾ ഒന്നും കൂടി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് വെച്ചാൽ, അപ്പോൾ ഞാൻ 2 അടിച്ചു. 2 അടിക്കുമ്പോൾ ഹലോ വേൾഡ്. നോക്കിക്കേ, ഞാനിവിടെ 2 കൊടുത്തപ്പോൾ ഹലോ വേൾഡ്, ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. ഇനി ഞാൻ ഒന്നുകൂടി കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് പകരം എക്സിൻ്റെ വാല്യൂ 3 അടിച്ചു. അപ്പോൾ കണ്ടോ, ഹായ് അല്ലേ നമ്മൾ കൊടുത്തേ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒരു യൂസർ ഈ 1ഉം 2ഉം 3 പകരം മറ്റേതെങ്കിലും വാല്യൂ അടിച്ചെന്ന് കരുതുക. ദാറ്റ് മീൻ ഞാൻ 5 അടിച്ചു. അപ്പോൾ എന്താ വരിക? ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ 1, 2, 3 അല്ലാത്ത മറ്റേതെങ്കിലും വാല്യൂസ് അടിക്കുമ്പോൾ എന്തെങ്കിലും വരണ്ടേ? കാരണം ഇപ്പോൾ നമ്മൾ കേസ് 1 കൊടുത്ത്, കേസ് 2 കൊടുത്ത്, കേസ് 3 കൊടുത്ത്. അപ്പോൾ 1ഉം 2ഉം 3ക്ക് പകരം വേറെ ആൾ വേറെ ഏതെങ്കിലും നമ്പർ അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അതായത് നിങ്ങൾ ചെയ്ത ഇൻപുട്ട് റോങ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഡീഫോൾട്ട്. ഡീഫോൾട്ടെന്ന് അടിക്കാം. അതിനുശേഷം ഡീഫോൾട്ട് കോളൻ ഇടുക. അതിനുശേഷം നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അതായത് പ്രിൻ്റ് എഫ് ഞാനിപ്പോൾ കൊടുക്കുന്ന യുവർ ഇൻപുട്ട് ഈസ്, സോറി, സംതിങ് ഹാപ്പൻഡ്, യുവർ ഇൻപുട്ട് ഈസ് റോങ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. അതായത് 1, 2, 3 അല്ലാതെ ഇങ്ങനെ നമുക്ക് എത്ര വാല്യൂ കൊടുക്കട്ടോ, 1, 2, 3, 4, 5 എക്സ്ട്രാ അപ് ടു നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ഡീഫോൾട്ട് പ്രിൻറ്റ് യുവർ ഇൻപുട്ട് ഈസ് റോങ്. അതായത് ഇതിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്. ഓക്കെ, ഇനി നമ്മളിത് ജസ്റ്റ് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിപ്പിക്കും. കിട്ടുന്ന റിസൾട്ട് പ്ലീസ് ടൈപ്പ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഞാൻ എക്സിൻ്റെ വാല്യൂ നേരത്തെ നമ്മൾ 5 അടിച്ചപ്പോൾ ഉണ്ടോ, യുവർ ഇൻപുട്ട് ഈസ് റോങ്. കാരണം 1, 2, 3 അല്ലാത്ത വേറെ ഏത് വാല്യൂ അടിച്ചാലും യുവർ ഇൻപുട്ട് ഈസ് റോങ് എന്ന് പറയുന്ന ഈ കമാൻഡാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് നമ്മൾ മറ്റൊരു വാല്യൂ അടിച്ചു നോക്കുക. ദാറ്റ് മീൻസ് 56 അടിച്ചു, കുറച്ചും വലിയ സംഖ്യ ആയിക്കോട്ടെ. യുവർ ഇൻപുട്ട് ഈസ് റോങ്. അതേസമയം നമ്മളിവിടെ ഈ 1 അടിക്കുമ്പോൾ ഹലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഞാൻ കാൽക്കുലേറ്ററൊക്കെ നിർമ്മിച്ചിരുന്നു. അതിൻ്റെ മാണെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിത് മിനിമൈസ് ചെയ്യാണ് ഈ വിൻഡോ. ശേഷം ഇവിടെ ദിസ് PC-യിൽ ഞാൻ എവിടെയും സേവ് ചെയ്തെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. സൂപ്പർ പ്രൊജക്റ്റ് കാൽക്കുലേറ്റർ. ഇതാണ് ഞാൻ നിർമ്മിച്ച ഒരു കാൽക്കുലേറ്റർ ആയിരുന്നു. ഇതിൽ കണ്ടോ, ഞാൻ NCRഉം NPRഉം ഫാക്ടോറിയലും കൊടുത്ത് നിർമ്മിച്ച
അതിമനോഹരമായ ഒരു കാൽക്കുലേറ്റർ കണ്ടോ. ഇവിടെയൊക്കെയാണ് കണ്ടോ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചത്. സ്വിച്ച് ഓഫ് എക്സ് ഓക്കെ. സ്വിച്ച് കേസ് 1 പ്രിൻറ്റ് ദ ആൻസർ ഈസ് അഡിഷൻ, അതായത് അഡിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം. സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതൊക്കെ ഞാൻ ഓരോരോ കണ്ടോ. ഇൻ്റെ സബ്സ്ട്രാക്ഷൻ, ലോങ്ങിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അത് ഞാൻ ഓരോരോ എന്താ പറയുക ഫങ്ഷൻസ് ആയി കൊടുത്താൽ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാനിവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം കാണിച്ചു തരാം കേട്ടോ. പ്രിൻ്റ് എഫ്, ബ്രേക്ക്, കേസ് 2, കേസ് 3 ഓരോന്ന്, അതായത് യൂസർ 4 അടിക്കുമ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് കമ്പയർ ചെയ്ത് കേട്ടോ. വാട്ട് യു നീഡ്, ഞാൻ ഉണ്ടാക്കിയ കാൽക്കുലേറ്ററാണ്. വാട്ട് യു നീഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് 1 ഫോർ അഡിഷൻ, 2 ഫോർ സബ്സ്ട്രാക്ഷൻ കണ്ടോ. അതിലിപ്പോൾ 1 അടിച്ചാൽ എൻ്റേത് നേരെ ഞാൻ കൊടുത്ത സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അഡിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം ഈ ഒരു എക്സാമ്പിളിലൂടെ തന്നെ കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.